എപ്സ്റ്റിൻ്റെ ഫയലുകളുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയർന്ന കൂട്ടത്തിൽ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം വിശുദ്ധ മക്കയിലെ കഅബയുടെ മുകളിൽ പുതക്കുന്ന ഉത്തരീയം, ആ കിസ്വ, അത് എപ്സ്റ്റിൻ്റെ വീട്ടിൽ എത്തി. അത് സൗദിയിൽ നിന്ന് ഷിപ്മെൻ്റ് വഴി എപ്സ്റ്റിൻ്റെ വീട്ടിലെത്തിയെന്ന ഒരു വെളിപ്പെടുത്തൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഫയലുകളിൽ നിന്ന്, ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന്, പിന്നീട് വന്ന ഫോട്ടോയിൽ നിന്ന് മനസ്സിലാവുകയുണ്ടായി. വിശ്വാസികൾക്ക് വളരെയധികം ഷോക്കിംഗ് ആയ ഒരു ഇൻസിഡൻ്റായി അത് മാറുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പല വ്യാഖ്യാനങ്ങളും പല നിഗമനങ്ങളും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടെങ്കിലും വസ്തുനിഷ്ഠമായി ആ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രവുമായി വളരെ വൈകാരികമായ ബന്ധമുള്ള ഒന്നാണ് കിസ്വ. ആരാധനയ്ക്ക് വേണ്ടി ഭൂമിയിൽ പണിത ആദ്യത്തെ ഗേഹമാണ് കഅബ എന്ന് വിശ്വാസികൾ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആനിക് കോൺസെപ്റ്റ് അതാണ്. ഇബ്രാഹിം നബി, മകൻ ഇസ്മായിൽ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച ഒരു വിശുദ്ധ ഭവനമാണ് കഅബ. ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവനും ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആ ദിശാസൂചകമായിട്ടാണ് കിബ്ല എന്ന പേര് കഅബക്ക് ലഭിക്കുന്നത്. കഅബയെ ആകെ മൂടുന്ന ഈ തുണിക്കാണ് കിസ്വ എന്ന് പറയുന്നത്. കഅബയുടെ മുകളിൽ ഇങ്ങനെ പുതപ്പിക്കുന്ന സമ്പ്രദായം പ്രവാചക കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. യമനിലെ തുബ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കഅബയെ പുതപ്പിച്ചിരുന്നു. ഖുറൈശികളോട് തന്നെ ചില സമ്പന്നർ തങ്ങൾ എല്ലാ കൊല്ലവും അത് മാറ്റാം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ നിരവധി വർഷങ്ങൾ പല ആളുകളും മാറ്റുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ യമനിൽ നിന്നായിരുന്നു കിസ്വ തയ്യാർ ചെയ്തിരുന്നത്, കൊണ്ടുവന്നിരുന്നത്. പിന്നീട് കുറേ കാലം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. അവിടെയുള്ള ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ച് പല പരിഷ്കാരങ്ങളും ആ കിസ്വയിൽ കൊണ്ടുവരികയുണ്ടായി. അബ്ബാസിയ ഡൈനസ്റ്റിയുടെ കാലത്തും മമാലിക്കുകളുടെ ഭരണകാലത്തും വ്യത്യസ്തമായ രീതിയിൽ കിസ്വ തയ്യാറായി കൊണ്ടുവന്നിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലത്തും കഅബയെ പുതപ്പിച്ചിരുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കിസ്വ ഉപയോഗിച്ചായിരുന്നു. കാലങ്ങളിൽ പല നിറങ്ങളിൽ വിവിധ തുണികൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് കമനീയമായ രീതിയിൽ ആ കഅബയെ പുതപ്പിച്ചിരുന്നു. സൗദി ഭരണകൂടം നിലവിൽ വന്ന ശേഷം കിങ് അബ്ദുൽ അസീസിൻ്റെ കാലം മുതൽ മക്കയിൽ തന്നെ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയും ആ ഫാക്ടറിയിൽ നിന്നാണ് കിസ്വ തയ്യാറാക്കുന്നത്. 200ഓളം കലാകാരന്മാർ നിരവധി മാസങ്ങൾ എടുത്തുകൊണ്ടാണ് കിസ്വയുടെ കാലിഗ്രഫി, കിസ്വ തയ്യാറാക്കുന്നത്. സ്വർണ്ണ ലിപികളിൽ ഖുർആനിക വചനങ്ങൾ കാലിഗ്രഫിയായി അതിൽ ചേർത്തുകൊണ്ട് വളരെ സൂക്ഷ്മമായി തയ്യാർ ചെയ്യപ്പെടുന്ന ഒന്നാണ് കിസ്വ. ഹിജ്റ വർഷാരംഭം മുഹറം 1-നാണ് അത് മാറ്റുന്നത്. പുണ്യം ലഭിക്കാൻ വേണ്ടി പവിത്രതയോടെ പരിപാവനമായി ആളുകൾ സൂക്ഷിക്കുന്ന അമൂല്യമായ വസ്തുവാണ് കഅബയുടെ കിസ്വ. 20 കോടിയിലധികം സൗദി റിയാൽ ചിലവഴിച്ചുകൊണ്ടാണ് ഓരോ വർഷവും കിസ്വ തയ്യാറാക്കുന്നത്. ഇത്രയും പവിത്രവും പരിപാവനവുമായ അമൂല്യമായ കിസ്വ ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ എത്തി എന്ന ഒരു ഷോക്കിംഗ് ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികം. ഇതിനെ വൈകാരികമായി, അതിവൈകാരികമായി അവതരിപ്പിച്ച് ഡൈവേർട്ട് ചെയ്യുന്ന പല വീഡിയോകളും ലഭ്യമാണ്. എന്തിനാണ് അയാൾക്കിത് അയച്ചു കൊടുത്തത്? ഈ വിഷയത്തെപ്പറ്റി വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ വ്യക്തത അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ലഭ്യമല്ല. അയച്ചു കൊടുത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ഇത് കൈപ്പറ്റിയ എപ്സ്റ്റിനോ ഏതെങ്കിലും വിധത്തിൽ കഅബയുടെ കിസ്വയെ അപമാനിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പവിത്രതയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. DP വേൾഡിൻ്റെ CEO ആയ സുൽത്താൻ സുലൈമും എപ്സ്റ്റിനും ആ കഅബയുടെ കിസ്വ നിലത്ത് വിരിക്കുകയും അതേപ്പറ്റി വിവരിക്കുകയുമാണ്. ഏതെങ്കിലും വിധത്തിൽ അതിനെ അപമാനിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയിക്കാൻ കഴിയില്ല. ക്രിമിനലുകളായ ആളുകൾക്കും ചില കാര്യങ്ങളിൽ വിശ്വാസമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തകളോ ഉണ്ടായേക്കാം. ഇതിൻ്റെ പവിത്രത കൊണ്ട് തൻ്റെ കളങ്കങ്ങൾ മറച്ചു പിടിക്കാം എന്നും ഒരു പക്ഷേ
അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ് മൈൻഡ് സെറ്റിലും ഇത്തരം ഇസ്ലാമിക കലിഗ്രഫികൾ അതോടൊപ്പം ഇത്തരം സാധനങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന പതിവുകൾ ആളുകൾക്കുണ്ട്. മറ്റൊരു വിമർശനം അത് കാർപ്പറ്റായി ഉപയോഗിച്ചു എന്നാണ്. പ്രാർത്ഥനകൾ നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വിരിക്കുന്ന സമ്പ്രദായമുണ്ട്. പ്രാർത്ഥനാ മുറികളെയും പ്രാർത്ഥനാ സ്പേസുകളെയും അലങ്കരിക്കാൻ വേണ്ടിയും മാറ്റുകൾ വിരിക്കാറുണ്ട്. അവർ എന്തിന് വിരിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല. ഏതെങ്കിലും വിധത്തിൽ കളങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരു ബിസിനസ് ടൈക്കൂൺ എന്ന അഡ്രസ്സിലാണ്, മേൽവിലാസത്തിലാണ് ജെഫ്രി എപ്സ്റ്റീൻ 2018 വരെ ലോകത്ത് അമേരിക്കയിൽ വിരാജിച്ചത്. യുഎയിലെ പ്രമുഖയായ ഒരു വനിതയാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. ആ കൺസൈൻമെൻറ്റ് അയക്കുമ്പോൾ അതിന് പുറത്ത് ആർട്ട് വർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇമെയിലിൽ വളരെ വ്യക്തമായി അവർ പറയുന്ന ഒരു കാര്യം ഈ കിസ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ കിസ്വയെ സ്പർശിച്ചിട്ടുണ്ട്. ഇതിൽ സുന്നി ഷിയ വ്യത്യാസമില്ല. ആളുകളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും കണ്ണീരും കലർന്നതാണ് കിസ്വ എന്ന് അസീസ അൽ അഹമ്മദിയുടെ ഇമെയിലിൽ പറയുന്നുണ്ട്. പവിത്രധന്യമായ കിസ്വ ആ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടണം എന്നും അയച്ച ആൾക്ക് ഉദ്ദേശ്യമുണ്ട്. പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കിസ്വയെ അപകീർത്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ഗ്രേസ് ചെയ്യുവാനോ എപ്സ്റ്റീന് ഉദ്ദേശ്യമുണ്ടെന്ന് നമുക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കില്ല. അതിവൈകാരികമായി ഈ വിഷയത്തെ പർവ്വതീകരിച്ച് മറ്റൊരു ആംഗിളിലൂടെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയച്ചു കൊടുത്ത ആളുകൾ ഇതേപ്പറ്റിയുള്ള വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.